അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മുൻ നിശ്ചയിച്ചതിലും നേരത്തെ പ്രവർത്തനരഹിതമാക്കണമെന്ന ആവശ്യവുമായി സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്ക് രംഗത്ത്. ISSന്റെ പ്രവർത്തനം 2030 അവസാനിപ്പിക്കാൻ നാസയും രാജ്യാന്തര പങ്കാളികളും തീരുമാനിച്ചിരിക്കെയാണ് നിലയം അതിലും നേരത്തെ തന്നെ പൊളിച്ചടക്കണമെന്ന് മസ്ക് വാശി പിടിക്കുന്നത്. രണ്ടാം ട്രംപ് ഭരണത്തിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി വിഭാഗത്തിന്റെ തലവൻ കൂടിയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉദ്ദേശം നിറവേറ്റിയിരിക്കുന്നു. ഇപ്പോൾ വളരെ കുറച്ച് ആവശ്യങ്ങളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കൊണ്ടുള്ളൂ. ISSന്റെ ഡി ഓർബിറ്റ് ആരംഭിക്കേണ്ട സമയമായി കഴിഞ്ഞു. ചൊവ്വയെ കോളനിവൽക്കരിക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം ഇനിയുള്ള ശ്രദ്ധ എന്നും ഇലോൺ മസ്ക് തന്റെ എക്സിൽ കുറിച്ചു. ഈ പതിറ്റാണ്ടിന്റെ അവസാനത്തോടെ 2030 ISSന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് നാസയും പങ്കാളികളായ കാനഡയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും ജപ്പാനും റഷ്യയും തീരുമാനിച്ചിരിക്കുന്നത്. ബഹിരാകാശ നിലയം ഡി ഓർബിറ്റ് ചെയ്യാൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ നാസ ഇതിനകം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഡി ഓർബിറ്റിന് 2030 വരെ കാത്തു നിൽക്കേണ്ടതില്ല എന്ന് മസ്ക് ഇപ്പോൾ വാദിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് 2028 പിന്മാറാൻ റഷ്യ ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും ISSലെ ഗവേഷണവും സാങ്കേതിക വികസനവും പരിശീലനവും തുടരാനാണ് നാസയുടെ തീരുമാനം. താഴ്ന്ന ഭൂഭ്രമണ പഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാവുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയും നിരീക്ഷണ കേന്ദ്രവുമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് 109 മീറ്റർ നീളവും 73 മീറ്റർ വീതിയുമാണുള്ളത്. 4.5 ലക്ഷം കിലോഗ്രാമാണ് ഈ നിലയത്തിന്റെ ഭാരം. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ISS മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, കാനഡ എന്നിവയും 11 യൂറോപ്യൻ രാജ്യങ്ങളിലെ ബഹിരാകാശ സംഘടനകളും ചേർന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിച്ചത്. ബഹിരാകാശത്തെ വെച്ച് വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ISSന്റെ പണി പൂർത്തിയാക്കിയത്. അതേസമയം അടുത്തിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായി ഇലോൺ മസ്ക് ചുമതലയേൽക്കുന്നത്. ഭരണ തലപ്പത്തെത്തിയതോടെ തന്നെ ഇലോൺ മസ്കിന്റെ നയങ്ങൾ ജീവനക്കാർക്ക് കൂടുതൽ തലവേദനയാകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതിനിടെയാണ് ഫെഡറൽ സർക്കാരിന്റെ ചെലവുകൾ ചുരുക്കാനും പാഴ്ചെലവുകൾ ഒഴിവാക്കാനുമുള്ള പുതിയ ദൌത്യം. ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിരവധി സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുകയുണ്ടായി. ഇപ്പോഴിതാ എല്ലാ US ഫെഡറൽ ജീവനക്കാരും അവർ ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങളാണ് ഇലോൺ മസ്കിന് നൽകാൻ അറിയിച്ചിരിക്കുന്നത്. ഇമെയിൽ വഴിയാണ് മസ്ക് ഈ സന്ദേശം അറിയിച്ചത്. ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കുമെന്നും മസ്ക് താക്കീത് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഇമെയിൽ അയച്ചത്. നിർദ്ദേശം അവഗണിക്കുകയാണെങ്കിൽ രാജിയായി കണക്കാക്കുമെന്നും മസ്ക് അറിയിച്ചു. കഴിഞ്ഞയാഴ്ച ജീവനക്കാർ ചെയ്ത 5 ജോലിയുടെ വിശദാംശങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മസ്ക് ഇക്കാര്യം തന്റെ എക്സ് പേജിലൂടെയും അറിയിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച രാത്രി 11:59 വരെ മറുപടി നൽകാൻ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ജീവനക്കാർ എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച് വ്യക്തത ഇമെയിലിൽ നൽകിയിട്ടുമില്ല. എന്തായാലും പുതിയ നയം ഫെഡറൽ ജീവനക്കാർക്കിടയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കൂട്ടപ്പിരിച്ചുവിടൽ ഉണ്ടാകുമോ എന്നതാണ് ജീവനക്കാരുടെ ആശങ്ക. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.